ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കണ്ടത് RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഈ പാർട്ടിക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി MV ഗോവിന്ദൻ എന്തും പറയാം. വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. PJ, സത്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് വിശദീകരിച്ചുകൊണ്ട് ചില വിഷയങ്ങളിലെങ്കിലും ഗോവിന്ദ മാഷ് ലേലുവല്ലു പറഞ്ഞു എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കാതലായിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നല്ല മെയ്വഴക്കമുള്ള നിത്യാഭ്യാസിയായ ഒരു സർക്കസുകാരനെ പോലെ അദ്ദേഹം ആ വിഷയങ്ങളിലെ എല്ലാം കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് വളയമില്ലാതെ ചാടി രക്ഷപ്പെടുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പറയുന്നത് അതിന്റെ വീഴ്ച എന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ശരിയായില്ല. സത്യത്തിൽ അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശത്തിന്റെ പേരിലായിരുന്നു. ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സമസ്ത ഹിന്ദു സമുദായ നേതാക്കളെയും പിണറായിക്കൊപ്പം ഒരേ വേദിയിൽ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിനെ കരുവാക്കി എന്നുള്ള രാഷ്ട്രീയ ലാക്കാണെന്ന് പരക്കെ വിമർശിക്കപ്പെട്ടത്. ആ സംഗമത്തിലെ സാമ്പത്തിക തട്ടിപ്പാണ് അതിൽ കാര്യമായിട്ട് വിമർശിക്കപ്പെട്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് ദേവസ്വം ഫണ്ട് സൈഫൺ ഓഫ് ചെയ്തു എന്നുള്ളതായിരുന്നു അതിൽ വിമർശിക്കപ്പെട്ടത്. തന്നെ പോലുള്ളവരാണ് ഒരു സ്ഥാപനം നശിപ്പിക്കുന്നത്. തെറ്റ് ചെയ്തതും പോരാ, അതിനൊരു ജസ്റ്റിഫിക്കേഷൻ. സോറി സാർ. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മറ്റു മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കുന്നതെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്റെ പേര് PS പ്രശാന്ത് എന്നാണ്. അദ്ദേഹം അല്ല ഈ കത്തയച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പല സംസ്ഥാനങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഉൾപ്പെടെ അവിടെയുള്ള മുഖ്യമന്ത്രിമാരെ ക്ഷണിക്കാൻ പോയത് ആരാണ്? മന്ത്രി വാസവനാണ്. കത്തയക്കുന്നത്, ആൾക്കാരെ പോയി ക്ഷണിക്കുന്നത്, അവരുടെ സന്ദേശം വരുന്നത്, ആ സന്ദേശം അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ശ്രീ VN വാസവൻ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ആ സന്ദേശം ഇങ്ങോട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ വേറെ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന് ഒരു കോപ്പി പോലുമില്ല. ആ സന്ദേശം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമായിട്ടാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മെസ്സേജാണ് ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് ഈ സംഗമത്തിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ടുള്ള മനോഹരമായ സന്ദേശമാണ് അയച്ചു തന്നിരിക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാവരും കൂടി തീരുമാനമെടുത്തിട്ട് അതവിടെ വായിക്കാം എന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്ന ചടങ്ങിൽ വെച്ച് അത് വായിച്ചതിന് ശേഷം ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ പറയുന്നത് അത് വലിയ പ്രശ്നമായി പോയി എന്ന്. ശീലല്ല ഇങ്ങനെയാന്ന് എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. എന്നാൽ അതൊരു കാര്യമായിട്ടുള്ള പ്രശ്നമായിരുന്നുവെങ്കിൽ അന്നത് വിമർശിക്കപ്പെട്ടതാണ്. ആ സമയത്ത് ഇതിനെ കുറിച്ച് മിണ്ടിയില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. പറഞ്ഞു. പക്ഷെ പറഞ്ഞതൊന്നും ഈ ഞാനില്ല പറഞ്ഞില്ല നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിന്റെ ഒന്നും ഒരു ഊക്കുണ്ടല്ലോ, ആ ഒരു ഊക്ക് പോരാന്നാണ് ചർച്ചയിൽ വന്നത്. ഞങ്ങളെ മഹത്തായ ചിന്ത അതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഞാനൊരിക്കലും മുസ്ലിമിനെതിരല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനെതിരെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനതിൽ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. അതാണ് ഞാൻ പറയാതിരുന്നത്. സംവിധാനവും അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കേരളത്തിലെ സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അടക്കമുള്ള എല്ലാ സംഘടനാ സമിതികളും ഒരേ സ്വരത്തിൽ അംഗീകരിച്ച ഒരു നിലപാടാണ് ഈ വെള്ളാപ്പള്ളിയോടുള്ളത്. അത് വെള്ളാപ്പള്ളിയോട് മാത്രമല്ല, വാസ്തവത്തിൽ ഇപ്പോൾ തിരുത്തിയത് പോലും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടാണ്. ജയിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ വീണ്ടും അവർ ഓടി നടന്നാതിരിക്കുമായിരുന്നു.
കാരണം ഇങ്ങനെ മുസ്ലിം വെറുപ്പും ന്യൂനപക്ഷ വെറുപ്പും നിരന്തരം പറഞ്ഞുകൊണ്ട് കടന്ന ഒരാളെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അയാൾക്ക് ആദരവ് നടത്തുന്നു, അയാളെ പൊന്നാടയണിയിക്കുന്നു, അയാളുടെ പിറന്നാളിനെ എന്ന് ആദരിക്കുന്നു, അവരുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ ചെയ്തത് എന്തിനാ? RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ വക്താവ് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഇട നൽകിയ രീതിയിൽ ആ സന്ദേശം അവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മെസ്സേജാണ്. ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചിരുന്നു. അതായത് യോഗി ആദിത്യനാഥിന് കത്തയച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി VN വാസവനാണ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താണെന്നറിയോ? ഇന്നത്തെ ഗോവിന്ദ മാഷിന്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ ദേവസ്വം ബോർഡ് 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന വാർത്ത എങ്ങനെയോ അറിഞ്ഞ് കേട്ട് എന്നാൽ ഇതിനൊരു ആശംസാ സന്ദേശം അയച്ചേക്കാം എന്ന് യോഗി ആദിത്യനാഥ് തീരുമാനിക്കുകയും അത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണെന്ന് അറിയാതെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു കവർ പൊട്ടിച്ചിട്ട് വാസവൻ അങ്ങ് വായിച്ചു എന്ന രീതിയിലത്തേക്ക് വളരെ നിഷ്കളങ്കമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരിത് പറയുന്നത്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. സത്യത്തിൽ ആരെയൊക്കെ ക്ഷണിക്കണം, അതിൽ നമുക്ക് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടെ വേണ്ടതാണോ, ഇതൊക്കെ കൂടിയാലോചിച്ചതിന് ശേഷം കൃത്യമായി തയ്യാറാക്കി അതിന് അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ കത്ത് തയ്യാറാക്കി അയച്ച് ആ കത്തിന്റെ മറുപടി കിട്ടി. ഈ മറുപടിയാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്, അതും ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അത് വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോയ ആൾക്കാരല്ലേ ഇവര്. അതല്ലാതെ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കൃത്യമായിട്ടൊന്ന് വായിക്കുന്നതിന് മറ്റൊരു രാഷ്ട്രീയ ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ തന്നെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചിരുന്നു. കേരള BJP അതിനെ ബോയ്ക്കോട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ നീയൊന്നും വന്നില്ലെങ്കിൽ സാരമില്ലടാ, നിന്നേക്കാൾ നിന്റെയൊക്കെ വലിയ നേതാവ് ഇതിനോടൊപ്പമാണ് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഇതിനെ ആ സമയത്ത് വായിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ അതിനെ നേരം വായിക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. സമാധാനമായല്ലോ. സർക്കാരിൻ്റെതായിട്ടുള്ള ബോർഡിൻ്റെതായിട്ടുള്ള മറ്റേത് ചടങ്ങിലാണ് ആശംസ അയച്ചിരിക്കുന്ന ആൾക്കാരുടെ ആശംസ എന്നാ പിന്നെ ആദ്യമേ അങ്ങ് വായിച്ചിട്ട് നമുക്കങ്ങ് തുടങ്ങാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഒന്നും ആയിരുന്നില്ല. അപ്പൊ അത് തിരുത്തണമായിരുന്നുവെങ്കിൽ എത്രയോ സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും തിരുത്താതെ അതിനെ ന്യായീകരിച്ച് ആവർത്തിച്ച് ന്യായീകരിച്ച് ആ വകുപ്പ് മന്ത്രി വരെ ഇവിടെ നിന്നു. എന്നിട്ട് അവസാനം ഈ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവരാരും തന്നെ അറിഞ്ഞില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന സമയത്തും അതിനെ വിമർശിച്ചില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ തോളിൽ കൈയിട്ട് നടന്നു എന്നുള്ളതായിരുന്നില്ലേ പ്രശ്നം? പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർ കൂടെ തോന്നണ്ടേ. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആശയങ്ങളുടെയും എംബോഡിമെന്റ് ആണ് എന്ന തരത്തിൽ നമുക്കൊരു നാരായണ ഗുരു മാത്രമല്ല ഒരു നടേശ ഗുരു കൂടി ഇരിക്കട്ടെ എന്ന മട്ടിൽ അദ്ദേഹത്തിനെ ശ്രീനാരായണ ഗുരുവിനോടൊപ്പം പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ശ്രമിച്ചു. അത് ആ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പിന്നല്ലേ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഇതിനെ സമ്മതിക്കുന്നത്. ശബത്തി കുത്താതെ അളിയാ, ഒരു അബദ്ധം പറ്റിപ്പോയി. അതേപോലെ മറ്റേതൊരു പൊതുബോധം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ. സത്യത്തിൽ പത്മകുമാറിനെ ആൾക്കാർ വിമർശിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇവരുടെ കാതലായിട്ടുള്ള, ഇവരുടെ പൊളിറ്റിക്കൽ നോമിനികളായിട്ടുള്ള പത്മകുമാറും വാസുവും വിജയകുമാറും ശങ്കർദാസും അടക്കമുള്ള ആൾക്കാരെല്ലാവരും ഇതിൽ പ്രതികളായി എന്നുള്ളതായിരുന്നില്ല അന്നത്തെ കാതലായിട്ടുള്ള വിഷയം. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതായിരുന്നില്ലേ വിഷയം. ഇതിൽ പല ആൾക്കാർക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാലത്തോളം, ഈ സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മർ എന്നൊക്കെ പറയുന്നത് പോലെ, അവർക്ക് ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം ചികിത്സയിലിരിക്കാം, അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കില്ല എന്ന രീതിയിലത്തേക്ക് പോലീസിനെ വളരെ ലീനിയന്റ് ആയിട്ട് അഴിച്ചുവിട്ടു എന്നുള്ളതായിരുന്നില്ലേ പ്രശ്നം. വ്യക്തിപരമായി ഞങ്ങൾ രണ്ടുപേരും സേഫാണെന്ന് പറയാതെ പറയുമ്പോൾ ആരാണ് ഇതിനൊക്കെ കാരണഭൂതരെന്നുള്ളത് ആ പാർട്ടിയിലെ അണികൾക്ക് വ്യക്തതയുണ്ട്, നേതൃത്വത്തിന് ഇല്ലെങ്കിൽ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു.